ഇന്നൊരു ചെറിയ പരിപാടിക്ക് വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ഞാൻ 5 മണിയായപ്പം കല്ലാസിപ്പാളി എത്തി. രാവിലെ 5 മണിക്കാണ് ഈ ഒരു റഷ് ഉള്ളത് അവിടെ. ഹായ് ഫോക്സ്. സോ ഞാനിപ്പോൾ ബാംഗ്ലൂരാണുള്ളത്. ഐ എം ഹിയർ ടു അറ്റൻഡ് മൈ കമ്പനീസ് ആനുവൽ മീറ്റ് ആൻഡ് ദ തിങ് ഇസ് ദാറ്റ് ഐ റീച്ച്ഡ് ഹിയർ 6:30 instead of 8 o'clock and I had to do an early check-in here. But the hotel is wonderful. So I just checked in here and I'll just show you how beautiful this place is. പിന്നെയുള്ള വാഷ്റൂമാണ്. വാഷ്റൂം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല കോമ്പാക്റ്റാണ്. ആൻഡ് അവിടെ എനിക്ക് തന്നത് ട്വിൻ ബെഡാണ്. ഐ ടോൾഡ് ഹിം ദാറ്റ് ഐ എം സിംഗിൾ and I don't have anybody to come over, but twin bed was the only one available. So just for me, one single girl, I got 2 beds. Yay! There is one more thing I just wanted to show you guys. I've got a paper and a pencil here. It says a train, which is my hotel, obviously. And then the Dutch pencil. I miss these memories actually. റൂമിലൊന്ന് സെറ്റിലായ പിന്നെ ഞാൻ ഓടിപ്പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നല്ലതായിരുന്നു. There is a wonderful twist here. I'm not able to open my bag. I forgot the password. I didn't forget, but it was 000. Now that combination is not working and I don't know what to do. But let's try opening it. I hope this works. Otherwise I'll have to call the room service. 000. Not even moving, my god. Sure, it should work this way. I opened this thing yesterday with the same passcode. Shouldn't have locked this in the first place. My god. പിന്നെയും കുറേ നേരം ഞാനത് ഓപ്പൺ ചെയ്യാൻ ട്രൈ ചെയ്തു കേട്ടോ. തലേ ദിവസം പോരുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഈ പാസ്വേഡ് ട്രൈ ചെയ്ത് ഓപ്പൺ ചെയ്ത് ലോക്ക് ചെയ്തൊക്കെ എൻഷുർ ചെയ്തിട്ടാണ് വന്നത്. പക്ഷേ എന്തോ എൻ്റെ സമയദോഷം കൊണ്ട് അത് അതിൻ്റെ അകത്തുനിന്ന് വർക്ക് ആകുന്നുണ്ടായിരുന്നില്ല. ഒരു 3.5 മണിക്കൂർ ഞാൻ ട്രൈ ചെയ്തു. പിന്നെ ഞാൻ റൂം സർവീസിനെ വിളിച്ചു. റൂം സർവീസ് ചേട്ടൻ വന്നിട്ട് സ്ക്രൂ ഡ്രൈവർ വെച്ചത് ജാം ചെയ്തു. എന്നിട്ട് സിപ്പ് പുറത്തെടുത്തു. ഫൈനലി ഇനി പോയി കുളിച്ച് ഫ്രഷായി വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. ബൈ. കുളി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു മോയ്സ്ചറൈസർ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇതിൻ്റെ കൂടെ ഇരുന്നതാ. ചുമ്മാ ഇരിക്കുന്നതല്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. സോ ഇത് ട്രൈ ചെയ്യാം. കയ്യിൽ മാത്രം തേച്ചാൽ മതി. നല്ല മണമുണ്ട്. കയ്യിലൊക്കെ മറ്റേ മോയ്സ്ചറൈസർ തേച്ചു. ഇനി എൻ്റെ റെഗുലർ സ്കിൻ കെയറിലേക്ക് പോവാം. ഞാൻ എല്ലാം കൂടെ ഈ ഒരു ബാഗിനകത്തോട്ട് ഇട്ടാൽ കൊണ്ടുവന്ന് ഇതിൻ്റെ അകത്തെല്ലാം ഉണ്ട്. എൻ്റെ ക്യാപ്പ് കാണാനില്ല. ഉള്ളിലെവിടെ കാണുമ്പോൾ എനിക്ക് കമ്മലിൻ്റെ പൊക്കക്കൊള്ളാലും ഇത് കോസാരെക്സിൻ്റെ. അയ്യോ കയ്യിൽ തേച്ചല്ലേ, മുഖത്തിട്ടാൽ മതി. ചുവപ്പുമായ മാനത്തര മോരി വെള്ളി
കഴിയാറായി. ഇതെനിക്ക് അത്ര എഫക്റ്റീവായി തോന്നിയില്ല. വേറെ ഒരെണ്ണം മേടിക്കണം. $10K ആണിത്. എൻ്റെ സ്കിന്നിന് അത്ര നല്ലതല്ല തോന്നുന്നു, എന്നാലും മേടിച്ചതാണ്. അതുകൊണ്ട് മൊത്തത്തിൽ തീർത്തിട്ടേ കളയാവും. കമോൺ. സൺസ്ക്രീൻ തൽക്കാലം ഇത്രയും മതി. റൂമിനകത്തിരിക്കാനല്ലേ, വേറെ പുറത്തൊന്നും പോകുന്നില്ല. കാര്യം വർക്കുണ്ട്. സോ പിന്നെ വൈറ്റ് പാച്ചസ് ഒക്കെ വരുന്നുണ്ട്. കമോൺ. ഇനി ഒരു ലിപ് ബാമും കൂടെ ഇടാം. ഇതും $10Kൻ്റെ അല്ല, ഇത് ഫേസ് സ്കാനഡേൻ്റെ. ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് വയ്ക്കാം. ഇതൊരു ശീലമായിപ്പോയി, ചുമ്മാ ഇരിക്കുമ്പോൾ ലിപ്സ്റ്റിക് ഇടണം, ഇല്ലെങ്കിൽ ഒരു എന്തോ പോലെ. ഇത് കുറച്ച് അധികം ടിൻറ്റഡാണ്, അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി. ഷുഗറിൻ്റെ ഓൾ സെറ്റ്. മതി. 10 മണിയാവാനായി. 9:30 കയറണേ ഞാൻ. സാരല്ല, പെട്ടി തുറക്കാത്തതുകൊണ്ടല്ലേ ലേറ്റായത്. ഒന്നും വിഷയമല്ല. അയ്യോ, മുടി ചെയ്യാൻ ചീപ്പെടുത്തില്ല. ബാത്റൂമിലിട്ട് നല്ല ഹോട്ടൽക്കാരായതുകൊണ്ട് അവർ ചീപ്പൊക്കെ ഉണ്ട്. ഓക്കെ, ഡൺ. പോയി മുടി കെട്ടട്ടെ. ആൻഡ് ദാറ്റ്സ് ഓൾ, വി ആർ ഡൺ. ഇതൊക്കെ കഴിഞ്ഞ് വർക്കിന് കയറിയപ്പോൾ കുറച്ച് ലേറ്റായി. പിന്നെ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനും 1-2 കോൾ കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വർക്ക് എങ്ങനെയൊക്കെയോ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് വെച്ചു. ഞാൻ ലഞ്ച് ഓർഡർ ചെയ്തായിരുന്നു. ഷെസ്വാൻ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്ത. ഇതിന് മാത്രമേ ഇവിടെ വില കുറവുള്ളൂ. സോ അതുകൊണ്ട് അത് ഓർഡർ ചെയ്തു. ലെറ്റ്സ് ഈറ്റ്. സോ ദിസ് ഈസ് വാട്ട് ഐ എം വെയറിങ് ടുഡേ. ഇതൊരു ബോഡിക്കോൺ ഡ്രസ്സാണ്. ഐ തിങ്ക് ഐ ഡു ലുക്ക് ഗ്രേറ്റ്. കൊള്ളാമല്ലേ? കൊള്ളാൻ തോന്നുന്നു. എന്തായാലും 10-15 മിനിറ്റിൽ പോകുന്ന പറഞ്ഞ്. ഞാനൊന്നും ചെയ്തിട്ടില്ല. പെട്ടെന്ന് റെഡി ആവട്ടെ. റെഡിയായി. ലേറ്റായി, പെട്ടെന്ന് പോകണം. കൊള്ളാമെന്ന് വിചാരിക്കുന്നു. ഇവൻറ്റ് നടന്നത് എവിടെയായിരുന്നു? ദ ലളിത് അശോക് കൺവെൻഷൻ സെൻറ്റർ, ബംഗളൂരു. നല്ലൊരു ലൊക്കേഷനായിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ കുറച്ചധികം നേരത്തെ ആയിപ്പോയി. പിന്നെ കുറച്ച് ക്ലയൻസും കസ്റ്റമേഴ്സും വരാൻ ലേറ്റായിരുന്നു. അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാനും ലേറ്റായി. കുറേ നേരം പോസ്റ്റായി അവിടെ ഇരുന്നു. പിന്നെ ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഈ ഇവൻറ്റിൻ്റെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് ഒരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ഒത്തിരി ലേറ്റ് ആയിരുന്നു. പിന്നെ ഞാൻ അവിടുന്ന് പെട്ടെന്ന് പോന്നു. ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു കമ്പനീൻ്റെ തന്നെ. ഞാൻ അതെടുത്തുകൊണ്ട് പെട്ടെന്ന് പോന്നു. എനിക്ക് ബസ് ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ. ഇതാണ് ഗിഫ്റ്റ് കേട്ടോ, കമ്പനീൻ്റെ. എന്താന്ന് തുറന്ന് നോക്കിയിട്ടില്ല, തുറന്ന് നോക്കണം. സോ ബൈ ബൈ ബാംഗ്ലൂർ. ഇതായിരുന്നു കേട്ടോ ആ ഗിഫ്റ്റ് ബോക്സിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്.